എന്താ ആൾക്കാർക്ക് ഒരു ഉസാറില്ലാത്ത തണുത്ത് നിക്കണ മാതിരി. ഇപ്പൊ ഉള്ളത് നമ്മളെ വാർഡാണ്. 10 മിനിറ്റ് കൊണ്ട് റിസൾട്ട് അറിയും. ഒരു വണ്ടി ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, മാറിക്കോട്ടെ. ആർക്കാ എന്താ പ്രശ്നം? അത് നിങ്ങളെ മെമ്പറിനാണ്. റിസൾട്ട് അറിഞ്ഞപ്പോ ബോധം പോയതാണേ. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. യുനൈസ് വ്യവസ്ഥയിലാകുമ്പോ ചങ്ങായി ഒരാൾ തോൽക്കും, ഒരാൾ ജയിക്കും. ഇതൊന്ന് കണ്ടോർക്കേ. യുനൈസ് ഇത് വിഷമിച്ചിട്ടെന്താ കാര്യം? അരിക്കാക്ക ഇത് പൊരുത്തപ്പെട്ടുകൊണ്ടിരുന്നാണ്. വണ്ടി പൊടിച്ചാൽ പറ്റി ആദ്യം വെള്ളമെടുത്തല്ലേ. അലിക്ക ഞാൻ ഇപ്പൊ എവിടെയാണ്? അമേരിക്കയിലേ നമ്മൾ തോറ്റു. അലിക്കാക്ക ഞാൻ നമ്മളെ വാർഡിൽ എന്തൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വാർഡിൽ ഒന്നും ചെയ്തില്ല. എന്റെ വാർഡിൽ ജയിച്ചാൻ പോയതാണ്. ഈ വാർഡിലേക്ക് വന്നിട്ടില്ല. പിന്നെ എങ്ങനെ തോൽക്കാരിക്കും? ഞാൻ തോൽക്കുന്ന ചായം തന്നെ തോന്നുന്നതാണ്. പിന്നെന്താ നമ്മളെ വീട്ടില് കൺവെൻഷൻ വെച്ചല്ലോ. അപ്പൊ ഞാൻ 100-200 ആൾക്കുള്ള ബിരിയാണി വെച്ച് കരുതിയത്. അതെന്നെ ആരും വരൂല, ബാക്കിയാവും ഞാൻ കരുതിയത്. ആള് കണ്ടമാനം വന്നു. ആ ബിരിയാണി തേഞ്ഞില്ല. പിന്നെ നമ്മള് ഹോട്ടലിൽ നിന്ന് അവിടുന്ന് പോകുന്ന 100-200 പാക്കറ്റൊക്കെ നമ്മൾ പാർസൽ കൊടുന്നു. എന്നിട്ട് കുറെ ആൾക്കാർ തികയായിരുന്നു. അതൊക്കെ കണ്ടപ്പോ ഞാൻ ജയിച്ചു എന്നാ പ്രതീക്ഷിച്ചു പോയി. പക്ഷെ അത് കണക്കാക്കാൻ പറ്റില്ല. തിന്നോല് പോയി. ഞാൻ ആ ബിരിയാണി ആൾക്കാരെ പ്ലേറ്റ് എണ്ണിട്ട് ജയിച്ചു കരുതിയതാണ്. അതന്നെ ബിരിയാണി ആൾക്കാർ നമ്മളെ വാർത്ത ആൾക്കാരല്ല വന്ന് നിൽക്കുന്നത്. ഇജ്ജ് ബേജാറാകണ്ട. 5 കൊല്ലം കഴിഞ്ഞ ഇനി ഇലക്ഷൻ ഉണ്ട്. അനക്ക് നിക്കാം. ഇജ്ജ് ജയിക്കും. ഞാൻ എവിടെ ബിരിയാണി ഞാൻ കൊടുക്കൂല. ഇല്ലല്ല ബിരിയാണി കൊടുക്കണ്ട. അജ്ജ് അല്ലാതെ ജയിക്കും. 5 കൊല്ലം ഉണ്ടല്ലോ. ഇനി 5 കൊല്ലം കഴിഞ്ഞാൽ നിക്കാനക്ക് ഇനി ബിരിയാണി പരിപാടി കൊടുക്കാൻ നിർത്തി. ബിരിയാണി പരിപാടി നടക്കൂല. ഞാൻ ആൾക്കാരെ പ്ലേറ്റ് എണ്ണിയപ്പോ ഞാൻ ജയിച്ചു എന്നാണ് കരുതി. അതെന്റെ ഒക്കെ തെറ്റി. പണ്ട് കാലല്ല, ശ്രദ്ധിക്കണം. ഒരു നാരങ്ങ സോഡ പൊട്ടിട്ട് പോയി. ഒരു നാരങ്ങ സോഡ പൊട്ടിട്ട് കൊടുത്താ. നാരങ്ങ സോഡ ഇത് കുടിച്ചാ കുറച്ച് നിൽക്കുന്നേ. ഞാൻ വീസിക്ക് വാങ്ങിക്കണു. നമ്മളെ കളറിലോട്ടൊക്കെ എന്തേ കാട്ടി? അരിക്കാക്ക ആ റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ നോക്കി. ആ വണ്ടി നമുക്ക് മാറ്റി വെച്ചോളി. ഞാൻ ജയിച്ചാ വിടാൻ കഴിയുന്ന പാട്ടില്ലേ, അതെന്താ കാട്ടിക്കണേ? അരിക്കാക്ക ആ പാർട്ടി ലീക്കാകാൻ നോക്കേ, അല്ലെങ്കിൽ ബാക്കിയുള്ള മാനം കൊണ്ടേ പോവും.